കാരണം യു ആർ സിംഗിങ് ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം തുറന്നൊരു പാട്ട് നമ്മൾ സംസാരിക്കുമ്പോഴായാലും പാട്ട് പാടുമ്പോഴും ഹൃദയത്തിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ. പിന്നെ ആ പാടുന്ന എക്സ്പ്രഷനിലും ആ ശബ്ദത്തിലും സ്വയം പാടി ഉറങ്ങുന്ന പോലെ തോന്നി. കുട്ടിത്തത്തോടു കൂടിയുള്ളൊരു ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഭാവമാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഗ്രേസ് ഓഫ് ഗോഡ്. ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെയൊന്നും അല്ല, അതിന് പിന്നിൽ വേറെ ആരുടെയൊക്കെയോ പിൻബലമുണ്ട്. അച്ഛൻ അച്ഛൻ മോളെ ശരിക്ക് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, അച്ഛന് കൂടെ ഒരു അടി. അതെ, എന്തൊരു മോഡുലേഷൻസാ ഇത്. ഗായത്രി അതിമനോഹരമായിട്ട് പാടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. അത് മ്യൂസിക് ഡയറക്ടർ സോങ്. പക്ഷെ അത് മോളുടെ പാട്ടാക്കി പാടി. കുറച്ച് എക്സ്ട്രാ മോഡുലേഷൻസ്, പലയിടത്തും ആ ശ്വാസം കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ പാട്ട് നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് കേൾക്കണം എന്ന് തോന്നുകയാണ്. അത് ഇവിടെ സാധിച്ചു. ഐ എം സോ ഹാപ്പി ടു ലിസൺ ദിസ്. രാജേഷേ, ഫ്ലൂട്ട് പൊളിച്ചുട്ടാ. വിദ്യക്കുട്ടിക്ക് ഇപ്പൊ എത്ര കുട്ടികളോ? എനിക്കിപ്പോ 2 കുട്ടികള്. 2 കുട്ടികള്. അതാണ് എന്റെ ദൈവമേ, മക്കളൊന്നും കഴിക്കാറില്ലടാ. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ അങ്ങനെയാ. ഞങ്ങൾ എന്ത് കഴിച്ചാലും ഞങ്ങളോ മീനാക്ഷിയൊക്കെ പണ്ട് കിട്ടണതൊക്കെ തിന്ന്. ഇല്ലില്ല, ഞങ്ങളുടെ ശരീരപ്രകൃതം അങ്ങനെയാ. നമ്മൾ കഴിച്ചാലും നമ്മൾ നല്ലപോലെ കഴിക്കും. പക്ഷെ കഴിച്ചാലും ആ ഒരു 0 സൈസ് എന്താന്നറിയില്ല, ഭയങ്കര ഗ്ലാമർ ആണെന്നല്ലേ. 0 സൈസ് മേറ്റിച്ച് എനിക്ക് നേരെ തിരിച്ച. ഒരു ഉരുള കഴിച്ച ഒരു ഉരുളയ്ക്ക് വണ്ണം വെക്കും. അതേപോലെ ഒരു ഉരുള കമ്മി കഴിച്ചാൽ ആണല്ലേ. സൈഡിലൂടെ ഒരു കിലോ വെളിച്ചെണ്ണ പോയി ആ വെളിച്ചെണ്ണ മൊത്തം ശരീരത്തിൽ കേറും. എന്തൊരു കഷ്ടമല്ലേ. എന്നിട്ട് പിന്നെ ടി വി കൂടെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. അപ്പൊ എല്ലാരും നേരെ കാണുമ്പോ നിങ്ങൾ ഇത്രേ ഉള്ളോ ടി വി കാണുമ്പോ? അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് മേലിച്ച് കാണിച്ചു പ്ലീസ്. പ്രേക്ഷകർ എനിക്ക് ഇത്രയും കവളൊന്നും ഇല്ല ഇതിനകത്ത് കൂടെ കാണുമ്പോ. ആപ്പിൾ പോലെ ഇരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ആപ്പിൾ പോലെ. അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർ ഉണ്ടല്ലോ, ഫിറ ഫുഡ്സ്, അവരുടെ ഓട്സ് ഉണ്ട്. അതായത് അവരുടെ ചിയാ സീഡ്സിന്റെ ഓട്സ് അതെ ഹാർട്ടിന് നല്ലതാണ്. നമ്മുടെ നല്ല ഡൈജഷന് വേണ്ടിയിട്ട് അത് നല്ലതാണ്. അതില് ഫൈബർ ഉണ്ട്, അതുപോലെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തിനാ ഹാർട്ടിനും ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇടയ്ക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫിറ ഫുഡ് ഇനി ഞാൻ അങ്ങനെ വരുന്നതായിരിക്കും. ശരി വിദ്യക്കുട്ടി, നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. അങ്ങനത്തെ പോർഷനൊക്കെ സൂപ്പർ ആയിട്ടാ. അതൊക്കെ ഇതിന്റെ മെയിൻ ഒരു പോർഷൻസ് ആണല്ലോ, ആ ഒരു ഇങ്ങനെ വരണത്. അതൊക്കെ നന്നായിട്ട് പാടി. എനിക്ക് ഒൺലി തിങ് ചരണം പാടിയപ്പോ ഒരു ഇച്ചിരി അമ്മ നടക്കുമ്പോൾ ഒരു ചെറിയ ഷാർപ്പായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ശ്രുതിയുടെ പ്രോബ്ലം അത്രേ ഉള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. അതും കൂടി ഒന്ന് ഇല്ലായിരുന്നുവെങ്കിൽ പല്ലവിയും. ഇനി ഞാൻ ചോദിക്കട്ടെ ബിനി, അത് ഓർമ്മിച്ചപ്പോ എനിക്കത് ആ ടെൻഷനൊന്നും ഇല്ലാണ്ട് ആ പല്ലവി ഒന്ന് ചെറുതായിട്ട് വ്യത്യാസമാണ് അല്ലേ, ശബ്ദം തന്നെ മാറി. മോളെ ഇത് പാടിയപ്പോ എന്തായിരുന്നു മനസ്സില്? എനിക്ക് ഇത് ഒരുപാട് ഞാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഇത് ഇറങ്ങിയ സമയം മുതൽ ഞാനിത് സ്റ്റേജുകളിൽ പാടാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഒരു ടീനേജ് പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഞാൻ പ്രസവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഈ പാട്ട് പാടിക്കൊടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പ്രസവിച്ച എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ഈ പാട്ട് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല, അതിനുശേഷം എനിക്ക് 2 മക്കളുണ്ടായി. അവർക്ക് 2 പേർക്ക് ഞാൻ ഈ പാട്ട് പാടിക്കൊടുക്കാറുണ്ട്. അതാണ് ദൈവം. പക്ഷെ ഇതിൽ വേറൊരു ട്വിസ്റ്റ്, ഞാൻ പാടിയ കുക്കുരു സോങ് അത് എന്റെ മക്കൾക്ക് താല്പര്യമില്ല. എന്നോട് ഓരോ അമ്മമാര് പറയാറുണ്ട്, ഇത് ചോറ് കഴിക്കണമെങ്കിൽ ഈ പാട്ട് കേൾക്കണം, ഉറക്കണമെങ്കിൽ ഈ പാട്ട് കേൾക്കണം എന്ന്. പക്ഷെ എന്റെ മക്കൾക്ക് ഇത് വരുമ്പോ അവര് സ്കിപ്പ് ചെയ്ത് വേറെ കാണിക്കും. കക്കും കരുമ്പ് പണ്ടൊരു കാട്ടിലെത്തി. അതങ്ങനെയാ പാട്ടുകാര് നമ്മുടെ മക്കൾക്കൊന്നും. എന്റെ മോള് ശിവാംഗി പറയും, ഞാൻ ഇന്ന് പാടുന്നതിന്റെ കാരണം
എന്റെ ശ്രേയ ഘോഷാൽ മാമാണ്. അങ്ങനെ വീട്ടിലാരും പാട്ടുകാർ ഇല്ലേടി ഇത് ഞാൻ ചോദിക്കാറുണ്ട്. അല്ല ഞാനിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യ അമ്മ പോ അമ്മ പോ ശരിയാണ് തൈര് സാധനങ്ങൾ 2 എനിക്ക് അന്ത ശ്രേയ മാമനാലതാ ഞാൻ പാടുறது. എനിക്കും ഈ പാട്ടിനോടൊരു കണക്ഷൻ ഉണ്ട്. ഏത് കുക്കുരു കുക്കുരു കുറുക്കനാണോ? അതല്ല